നവംബർ 16 എന്ന ദിവസം ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ ഒരിക്കലും മറക്കാത്ത ഒരു ദിവസമാണ്. 12 വർഷങ്ങൾക്ക് മുന്നേ 2013 ഇതേ ദിവസമാണ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ 24 വർഷം നീണ്ട തന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിച്ചത്. 200 ടെസ്റ്റുകളും 463 ഏകദിനങ്ങളും ഒരു T20യും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയർ. 1989 16-ാം വയസ്സിൽ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച സച്ചിൻ തെണ്ടുൽക്കർ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരം കളിച്ചുകൊണ്ടാണ് കരിയർ അവസാനിപ്പിച്ചത്. 3 ദിവസം നീണ്ട മത്സരം ഇന്ത്യ ഒരു ഇന്നിംഗ്സിനും 126 റൺസിനും വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യ ഇന്നിംഗ്സ് വിജയം നേടിയപ്പോഴും അന്ന് ആരാധകർ അത് ആഘോഷിച്ചില്ല. അതിൽ പലരും കണ്ണീരൊഴുക്കുകയായിരുന്നു. കാരണം ഇനി ഒരിക്കലും ഇന്ത്യൻ ക്രിക്കറ്റിലെ ദൈവം എന്ന് വിശേഷണമുള്ള ആ മനുഷ്യൻ രാജ്യത്തിനായി കളിക്കില്ല എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയിരുന്നു. 15 വർഷം പിന്നിട്ടിട്ടും ക്രിക്കറ്റ് ആരാധകർ ഈ ദിവസം മറന്നിട്ടില്ല. ഇനി അതൊട്ട് മറക്കുകയുമില്ല. ICC സച്ചിനെ ആദരിച്ചുകൊണ്ട് ഒരു പോസ്റ്റിൽ പറഞ്ഞത്, എൻ്റെ ജീവിതം 22 യാർഡുകൾക്കിടയിൽ 24 വർഷമായി. ആ യാത്ര അവസാനിച്ചുവെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നാണ്. ഇത് ICCയുടെ വാക്കുകളല്ല. അവസാന മത്സരത്തിന് ശേഷം സച്ചിൻ നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തിൽ നിന്നുള്ള വാക്കുകളാണ് ICC കടമെടുത്തത്. അന്നത്തെ ആ പ്രസംഗം ഇന്ത്യൻ ആരാധകരെ കണ്ണുനീരിലാഴ്ത്തിയിരുന്നു. ഇന്ത്യൻ കായിക ലോകം ഒട്ടേറെ വിശേഷമായ അവസരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നവരും TV-യിലൂടെ ലൈവായി കണ്ടവരും ഒരേപോലെ വികാരഭരിതരായത് സച്ചിൻ നടത്തിയ ഈ വിടവാങ്ങൽ പ്രസംഗത്തിലാണ്. എണ്ണി ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു സച്ചിൻ ആ പ്രസംഗം അവസാനിപ്പിച്ചത്. സച്ചിൻ തന്റെ അവസാന ഇന്നിംഗ്സ് കളിച്ചത് വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ അന്ന് അവസാനമായി സച്ചിൻ പുറത്താകുമ്പോൾ എതിരാളികളുടെ മനസ്സിൽ പോലും ഒരു നീറുന്ന അനുഭവമായിരുന്നു. ഇനി ക്രീസിൽ സച്ചിൻ എന്ന ഇതിഹാസം ഉണ്ടാകില്ല എന്നത് അവരുടെയും കണ്ണ് നനയിച്ചിരുന്നു. സച്ചിൻ പുറത്തായപ്പോൾ കണ്ണു നിറഞ്ഞ ക്രിസ് ഗെയിലിനെ കുറിച്ച് സഹതാരം കൂടിയായ കിർക്ക് എഡ്വേർഡ്സ് പിന്നീട് പറയുകയും ചെയ്തിരുന്നു. അവസാന മത്സരത്തിൽ സച്ചിന്റെ ബാറ്റിൽ നിന്ന് മറ്റൊരു സെഞ്ചുറി കൂടി എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ 74 റൺസിൽ നിൽക്കെ ഡിയോനയറിന്റെ പന്തിൽ സമിക്ക് ക്യാച്ച് നൽകി തന്റെ കരിയർ സച്ചിൻ അവസാനിപ്പിക്കുകയായിരുന്നു. ദീർഘമായ വിടവാങ്ങൽ പ്രസംഗത്തിന് ശേഷം അവസാനമായി ഒരിക്കൽ കൂടി ഇന്ത്യൻ ജേഴ്സിയിൽ പിച്ചിലേക്ക് നടന്ന സച്ചിൻ ക്രീസിൽ തൊട്ട് തൊഴുന്നത് ക്രിക്കറ്റ് പ്രേമികൾ മറക്കാത്ത ഒരു കാഴ്ചയാണ്. ആ അവസാന മത്സരത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. വാങ്കഡയിൽ നടന്ന വിടവാങ്ങൽ മത്സരത്തിലാണ് സച്ചിൻ്റെ അമ്മ ആദ്യമായും അവസാനമായും മകൻ്റെ കളി കാണാൻ എത്തിയത്. അമ്മക്കായി സ്റ്റേഡിയത്തിൽ ഒരു സീറ്റ് ക്രമീകരിക്കണമെന്ന് BCCIയോട് അഭ്യർത്ഥിച്ചിരുന്നതായും സച്ചിൻ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. വാങ്കഡെ സ്റ്റേഡിയത്തിൻ്റെ 50-ാം വാർഷിക ആഘോഷ ചടങ്ങിൽ സംസാരിക്കുന്ന അവസരത്തിലാണ് സച്ചിൻ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ഞാൻ കളിക്കുന്നത് എൻ്റെ അമ്മ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ അവസാനമായി കളിക്കുന്ന ആ സമയത്ത് എൻ്റെ അമ്മയുടെ ആരോഗ്യം വളരെ മോശമായിരുന്നു. ഞാൻ കളിക്കുന്നത് കാണാൻ അമ്മയ്ക്ക് വാങ്കഡെ അല്ലാതെ മറ്റെവിടെയും പോകാനും കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ആ വിടവാങ്ങൽ ടെസ്റ്റിന് മുന്നോടിയായി BCCIയെ വിളിച്ച് വാങ്കഡെ സ്റ്റേഡിയത്തിൽ അമ്മയ്ക്ക് കളി കാണാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. അന്നത്തെ പ്രസിഡന്റ് N. ശ്രീനിവാസനാണ് ആ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത്. ഇതാണ് സച്ചിൻ എന്ന് പറഞ്ഞത്. അവസാന മത്സരം മുംബൈയിൽ ആകണമെന്ന് സച്ചിന്റെ ആഗ്രഹമായിരുന്നു. ആ ആവശ്യം BCCIയെ അറിയിച്ചപ്പോൾ അവർ എതിർപ്പ് പറഞ്ഞതുമില്ല. അങ്ങനെ സ്റ്റേഡിയത്തിൽ ആരാധകരുടെ സച്ചിൻ സച്ചിൻ വിളികൾക്കിടയിൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് ഇതിഹാസം പാഡുകൾ അഴിച്ചുവെച്ച ദിവസമാണ് നവംബർ 16 എന്നത്.